കോപ്പി എപ്പോഴാണ് പബ്ലിഷ് ആകുന്നത്, അല്ലെങ്കിൽ ഹാർഡ് കോപ്പി പബ്ലിഷ് ആക്കാമോ എന്ന റിക്വസ്റ്റ് ആണ്. ശരിക്കും ഞങ്ങൾ ഈ എഫേർട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. എപ്പോഴും പഠിക്കുന്ന കാര്യം കുറച്ചും കൂടി നല്ല രീതിയിൽ ബ്രെയിനിൽ സ്റ്റോർ ആവണമെന്നുണ്ടെങ്കിൽ അത് ആ ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്ടിന് അത്രമാത്രം മീനിങ് ഫുൾ ആയി നമ്മുടെ എഫേർട്ട് എന്നാണ്. അപ്പൊ അതിൽ ആദ്യമേ തന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുകയാണ്. നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ഫെയറിന്റെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത ടൈം തൊട്ട് നമുക്ക് വരുന്ന ഒരുപാട് എൻക്വയറീസും റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹാർഡ് കോപ്പി എപ്പോഴാണ് പബ്ലിഷ് ആകുന്നത്, അല്ലെങ്കിൽ ഹാർഡ് കോപ്പി പബ്ലിഷ് ആക്കാമോ എന്ന റിക്വസ്റ്റ് ആണ്. അപ്പൊ ഈ റിക്വസ്റ്റുകളൊക്കെ കണക്കിലെടുത്ത് ഞങ്ങൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ഫയലിന്റെ ഹാർഡ് കോപ്പി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന 10-9 പേരുടെ കയ്യിലും ഈ ഹാർഡ് കോപ്പി അവൈലബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം റിവ്യൂസ് ആണ് ബുക്ക് വാങ്ങിയിട്ട്, അതായത് ഹാർഡ് കോപ്പി വാങ്ങിയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്ടിന് അത്രമാത്രം മീനിങ് ഫുൾ ആയി നമ്മുടെ എഫേർട്ട് എന്നാണ്. അപ്പൊ അതിൽ ആദ്യമേ തന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുകയാണ്. ശരിക്കും ഞങ്ങൾ ഈ എഫേർട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. കാരണം ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ ഭയത്തോടെ സമീപിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്കും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും പേജസിനുള്ളിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ PSC ആയിക്കോട്ടെ, PSU എക്സാം ആയിക്കോട്ടെ, അതിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ട കോണ്ടന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ബുക്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത ടൈമിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഈ ബുക്ക് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോഴാണ് ഇതിന്റെ കവർ പേജ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്തത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെയാണ് കവർ പേജ് ചെയ്തിരിക്കുന്നത്. മണ്ണും JCB ഒക്കെ ആയിട്ട് ഒരു കളർഫുൾ കവർ പേജ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സാംസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ പ്രിഫേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കോണ്ടന്റ് പേജ് കാണാനായിട്ട് പറ്റും. ആ ഒരു പേജ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു NCERT വൈബാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കളർഫുൾ ആയിട്ടാണ് കോണ്ടന്റ് പേജിലെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് അഞ്ജലി മിസ് അതിനകത്ത് കൂടുതലായിട്ട് പറയാൻ? അതെ, ഇനി കോണ്ടന്റ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ടോട്ടലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിലും വരുന്ന ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ചാപ്റ്റർ ഹെഡ്ലൈനിന്റെ താഴെയായിട്ട് കോണ്ടന്റ് പേജിൽ തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് പേജിലാണ്. ഇപ്പം GTയിലാണെങ്കിൽ ഒറിജിൻ ഓഫ് സോയിൽസ് എന്നാണ് ചാപ്റ്റർ 1ന്റെ പേര്. ആ ഒരു പേജ് നോക്കിയാൽ തന്നെ കളർഫുൾ ആയിട്ടാണ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒറ്റ പേര് ഇതിന് കൊടുക്കാനായിട്ടുള്ള ഒരു മൾട്ടി കളേർഡ് കോംപ്രിഹെൻസീവ് മെറ്റീരിയൽ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ചാപ്റ്റർ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലോ ചാർട്ട് ഒക്കെ ആയിട്ട് ആ ഒരു ഹൈലൈറ്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അതിനെ ഇലോബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ തിയറി ആയിട്ട് ഓരോ പാരഗ്രാഫ് വൈസ് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്ലോ ചാർട്ടായിട്ടും ടേബിൾ ആയിട്ടും ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് പറയേണ്ട കാര്യമാണ്. കാരണം അവർക്ക് എപ്പോഴും പഠിക്കുന്ന കാര്യം കുറച്ചും കൂടി നല്ല രീതിയിൽ ബ്രെയിനിൽ സ്റ്റോർ ആവണമെന്നുണ്ടെങ്കിൽ അത് ആ ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊരു essay പോലെ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും എന്താണോ വേണ്ടത് അത് പർട്ടിക്കുലർ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. പിന്നെ പറയേണ്ട കാര്യം, നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നട്ട്സ് ആൻഡ് ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് ഒരു ബോൾട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് കുറച്ച് കോണ്ടന്റ്സ് കാണും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ. അപ്പം അതാണ് ഈ നട്ട്സ് ആൻഡ് ബോൾസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വായിച്ച് അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. നോർമലി അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ബുക്കിലോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബുക്കിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യം. രണ്ടാമത്തത് കൺഫ്യൂസിങ് ഫാക്ട്സ്. അപ്പം അതിലേക്ക് വരുമ്പോൾ ഇപ്പം ഏതൊരു ചാപ്റ്റർ ആയിക്കോട്ടെ നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ വളരെ നമുക്ക് കൺഫ്യൂസിങ് തോന്നിക്കുന്ന 2 ടേംസ് കാണും. അപ്പം ഇപ്പം ഇവിടെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ തന്നെ സർഫസ് ഫോഴ്സും രണ്ടും ഫോഴ്സാണ്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരാം. പക്ഷേ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ കാണും. ആ രീതിയിൽ വരുന്ന ടേംസ് ആണ് നമ്മൾ കൺഫ്യൂസിങ് ഫാക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ വേറൊരു ബുക്കിൽ നിന്ന് വായിച്ച് പഠിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ഒരു നോട്ടിൽ എഴുതി വെച്ച് അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാം നോട്ടും ഈ ഒരു ബുക്കിനകത്ത് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും ബുക്കിനകത്തുണ്ട്. കൺഫ്യൂസിംഗ് ആയിട്ട് എന്തൊക്കെ വരും എന്നുള്ളതും നമ്മൾ ബുക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ. അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി കുറച്ചും കൂടി ഈസി ആക്കാനാണ്
ഈ ബുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനി പേജസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് ആണ് സെക്കൻഡ് ചാപ്റ്റർ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ഇതിലും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ പ്രാക്ടീസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരു 18 ചാപ്റ്റേഴ്സ് ആണ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ഈ ഗൈഡിൽ. പിന്നെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് നമ്മളൊരു ഫോർമുല ബുക്ക്ലെറ്റ് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനകത്ത് നിങ്ങൾ എന്തൊക്കെ ഫോർമുലാസ് ആണ് മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടത്, ആ ഒരു അത്രയും ഫോർമുലാസ് നമ്മൾ ഈ ഒരു ബുക്കിന്റെ അവസാനം ഒരു ഫോർമുല ബുക്ക്ലെറ്റിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് റെഡി റെക്കണർ എന്നുള്ള രീതിയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിന്റെയും ഹെഡിങ്സിന്റെ വൈസിലായിട്ട് താഴെയായിട്ട് അതിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും ടേബിൾസും, അതായത് കുറച്ച് ടേബിൾസ് കാണുമല്ലോ, ഇപ്പം പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടീസിന്റെ ടേബിൾസ്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ടാബുലാർ ഫോമിലും ഇക്വേഷൻസ് എന്നുള്ള രീതിയിലും വളരെ കൃത്യമായി ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ലാസ്റ്റ് പേജിൽ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഈ ഒരു ബുക്ക്, ഈ ഒരു ഗൈഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഹാൻഡ് ബുക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒരു ഫോർമുല ബുക്കിൻ്റെയോ ഒന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരാതെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇതേപോലെ എല്ലാ സബ്ജക്റ്റും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ പഠനം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു എന്നല്ലേ? ഇൻഫാക്ട് ഇപ്പം നമുക്ക് വരുന്ന, അതായത് ഓരോ സബ്ജക്റ്റ് ആയിട്ട് തന്നെ റിക്വസ്റ്റ് വരാറുണ്ട്. ഇപ്പം എൻവയോൺമെന്റിലായിക്കോട്ടെ ഇറക്കാവോ, അപ്പം ആ രീതിയിലാണ് നമുക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഓട്ടോക്യാഡ് അതിന്റെ ഇ ബുക്കും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ ഇ ബുക്കാണ്, ഹാർഡ് കോപ്പി അവൈലബിൾ അല്ല. നിലവിൽ നിങ്ങൾക്ക് ഇ ബുക്ക് 99 റുപ്പീസിന് സിവിൽ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ നമ്മുടെ സിവിലിയൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കാലിക്കറ്റ് സെന്റേഴ്സിൽ നേരിട്ട് പോയും നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഫൈനൽ മെസ്സേജ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി, അത് സ്റ്റേറ്റ് PSC എക്സാംസ് ആയിക്കോട്ടെ, PSUs ആയിക്കോട്ടെ, അവിടെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് കമ്പാനിയൻ ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ കരുതാവുന്നതാണ് നമ്മുടെ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ഫയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഹാർഡ് കോപ്പി ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്മാർട്ട് ബുക്സും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പോട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.